മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ആചാരമായാലും ആഘോഷമായാലും അവിടെ വെടിക്കെട്ട് വേണം എന്ന് തീരുമാനിക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് മലയാളികൾ മാറുകയാണ്. അപ്പോഴും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതൊരു പാഠമായി ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. ഒരു സുരക്ഷാ മാനദണ്ഡവുമില്ലാതെയാണ് തൃശ്ശൂരിലെ ഈ ഒരു വെടിക്കെട്ട്, ഈ കരിമരുന്ന് നിർമ്മാണശാല പ്രവർത്തിച്ചത് എന്ന കാര്യം വ്യക്തമാവുകയാണല്ലോ. കാരണം ഇതുപോലുള്ള എക്സ്പ്ലോസീവ് സാധനങ്ങൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത്, അതുമായി ബന്ധപ്പെട്ട പണികൾ, ഈ സ്ഫോടക വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു ഫയർഫോഴ്സിൻ്റെ ഒരു സാന്നിധ്യം പോലുമില്ല. എപ്പോൾ വേണമെങ്കിലും തീ പിടിക്കാൻ സാധ്യതയുള്ള ഈ കരിമരുന്ന്, വെടിമരുന്ന് ഉപയോഗിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു തീപിടുത്തമുണ്ടായാൽ അത് കെടുത്തുന്നതിനോ അവിടെ ആ ഒരു അടിയന്തര സാഹചര്യം നേരിടുന്നതിനോ ഒരു സജ്ജീകരണവുമില്ല. അപ്പോൾ എങ്ങനെയാണ് ജില്ലാ ഭരണകൂടം ഇതിന് അനുമതി കൊടുത്തെന്നുള്ള വലിയൊരു ചോദ്യമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ സാഹചര്യം അവിടെ നിൽക്കുമ്പോഴും ഇത്തരം സുരക്ഷാപരമായ പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ച് ഇതിനു മുൻപ്, അതായത് ഇവിടെ ഇങ്ങനൊരു വെടിമരുന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചാൽ എന്ത് സംഭവിക്കുന്നൊരു വലിയ പ്രശ്നമുണ്ട്. അപ്പോൾ പൂരം തടസ്സപ്പെടുത്താൻ ശ്രമം നടന്നു എന്ന് പറയും.